നമസ്കാരം. ടാൻഡം PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഡിവിഷണൽ അക്കൗണ്ട് എക്സാം കഴിഞ്ഞു അല്ലേ? പല ആളുകളും എക്സാം എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഈ എക്സാം നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റിനും അല്ല, ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട് ഇന്നലത്തെ എക്സാമിൽ. ഈ എക്സാം എഴുതിയ ആളുകൾക്ക് അറിയാം, പരമാവധി ഒരു 80 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. മാക്സിമം ഞാൻ പറഞ്ഞത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതാണ് പറഞ്ഞത്, ശരി ഉത്തരം എഴുതിയതല്ല. ഒരു 80 ചോദ്യങ്ങൾ എത്തിയപ്പോഴേക്കും തന്നെ സമയം കഴിഞ്ഞിട്ടുണ്ടാകും. അവസാനത്തെ 20 ചോദ്യങ്ങൾ 1 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിപ്പോയ ഒരാളാണെങ്കിൽ അവസാനത്തെ 20 ചോദ്യങ്ങൾ എന്താണ് എന്ന് പോലും നോക്കാനൊരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പക്ഷെ ഞാൻ ഒരുപാട് എക്സാം എഴുതിയ ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരുടെയൊക്കെ കിട്ടിയൊരു മറുപടി അതാണ്. 75, 78, 79 എത്തിയപ്പോഴേക്ക് സമയം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. ഏറെക്കുറെ അങ്ങനെയായിരിക്കും. 80 ചോദ്യത്തിൽ കൂടുതൽ അറ്റൻഡ് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു അവർ എബോവ് ആവറേജ് ആണെന്ന് പറയാം. കാരണം നമുക്കറിയാം 40 ചോദ്യങ്ങൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് മാത്രം വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണത്. നമുക്കറിയാം ഒരു സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിന് 20 ക്വസ്റ്റ്യൻ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ പോലും നമുക്ക് 1.25 മണിക്കൂർ തികയാതെ വരാറുണ്ട്. എന്നാൽ ഇവിടെ 40 ചോദ്യങ്ങൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന്, 30 ചോദ്യങ്ങൾ ബുക്ക് കീപ്പിങ്ങിന്റെ ഭാഗത്ത് നിന്ന്, അതും കുറച്ച് ലോജിക് അപ്ലൈ ചെയ്ത് സമയമെടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ അറക്കാൻ കൊണ്ടുപോകുന്ന പോത്തിന് അല്പം കുടിവെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഒരു 30 ചോദ്യം, അതായത് GK ആൻഡ് ഇംഗ്ലീഷ്, ഈ ഒരു ഭാഗത്ത് നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, LKGക്ക് അല്ലെങ്കിൽ ഒരു സ്കൂൾ ലെവൽ എക്സാമിന് കൊടുക്കാൻ പറ്റിയ ചോദ്യങ്ങളായിരുന്നു ആ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റാവില്ല. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തുടക്കത്തിൽ ഇട്ട് തന്നുകൊണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒരു കെണിയിൽ ചാടിക്കുകയാണ് ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം തുടക്കത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നും, സ്വാഭാവികമായിട്ടും തോന്നും. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം 100 ചോദ്യത്തിനും ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പല എക്സാമിനും നമ്മൾ പരാജയം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ ഒരു ചിന്താഗതി അതാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 100 ചോദ്യവും ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടതാണ്, ആ 100 ചോദ്യം അറ്റൻഡ് ചെയ്താൽ എനിക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ തലയിൽ എവിടെയോ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ കയറിക്കൂടും. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കാതെ പോയ ഒരാൾക്ക് പോലും കട്ട് ഓഫ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ജനറൽ PSCക്ക് തയ്യാറെടുക്കുന്ന ഒരാൾ ആദ്യത്തെ 30 ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു 25 മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല. പിന്നെ ബുക്ക് കീപ്പിംഗ് അവൻ നോക്കിയിട്ടില്ല, അവൻ പഠിച്ചിട്ടുണ്ടാവില്ല. ഡിവിഷണൽ അക്കൗണ്ടന്റിന് വേണ്ടി തയ്യാറെടുത്ത ആളല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ബുക്ക് കീപ്പിംഗ് പഠിച്ചിട്ടുണ്ടാവില്ല. അവനെ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 40 ക്വസ്റ്റ്യനുകളിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഠിക്കാത്ത ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് നോക്കാം. ബുക്ക് കീപ്പിംഗ് നമ്മൾ പഠിക്കാത്ത ഒരാളാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടത് അവസാന ഭാഗത്തുള്ള 40 ചോദ്യങ്ങളിൽ നിന്നൊരു 10 ചോദ്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള 30 ചോദ്യങ്ങൾ ഒരു സാധാരണ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അവിടെ നിന്നും ഒരു 25 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ ആർക്കും പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് 25 സ്കോർ ചെയ്തു, അവസാനത്ത് 25 സ്കോർ ചെയ്തു, 50 മാർക്ക് സ്കോർ ചെയ്തു. പിന്നെ ഈ ബുക്ക് കീപ്പിങ്ങിന്റെ ഭാഗം നോക്കിയിട്ട് അവിടെ 30 ചോദ്യങ്ങളുടെ ലോജിക്ക് വെച്ചാൽ ആൻസർ കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. സമയം പോലെ അവിടെ നിന്നൊരു 10ഓ 15ഓ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ബ്രേക്ക് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് മാത്രമല്ല ഏതൊരു എക്സാമിനും നമ്മെ ചതിക്കുന്നത് ഈ ഒരു ചിന്താഗതിയാണ്. ഞാൻ ഒരുവിധം പരീക്ഷക്കൊക്കെ മുമ്പ് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഉദ്യോഗാർത്ഥികളോട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു പോയിന്റാണ്. പക്ഷെ എങ്ങനെ പറഞ്ഞാലും പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ 100 മാർക്കിന് ആൻസർ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ പരീക്ഷ എഴുതാൻ ശ്രമിക്കും. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ പോലും അവിടെ ആൻസർ ചെയ്യാൻ പറ്റാതെ ബാക്കിയായി വരും. സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയാൽ എന്നും ഉണ്ടാവും. എന്നാൽ കൃത്യമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് എനിക്ക് അറിയുന്നത് മാത്രമേ ഞാൻ എഴുതൂ, അത് എവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നുള്ളത് ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൃത്യമാണ്. ആദ്യത്തെ 30 മാർക്ക് ഈ ഇംഗ്ലീഷ് GK, പിന്നെ 30 മാർക്ക് ബുക്ക് കീപ്പിംഗ്, പിന്നെ 40 മാർക്ക് മാത്സ്. അപ്പൊ ഞാൻ പഠിച്ചത് ഏത് ഭാഗത്താണ്, ഞാൻ പഠിക്കാത്തത് ഏത് ഭാഗത്താണ് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അത്തരം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, തുടക്കം എത്ര സിമ്പിൾ ആയിക്കോട്ടെ നിങ്ങളത് പ്രശ്നമല്ല, അവസാനവും എത്ര സിമ്പിൾ ആയിക്കോട്ടെ അത് പ്രശ്നമല്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും ടഫ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ പഠിച്ച ഭാഗം ഏതാണോ അത് ആദ്യം ആ ഭാഗത്തു നിന്നുള്ള എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അറ്റൻഡ് ചെയ്യാതെ വിടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം.
ഞാൻ പറഞ്ഞ പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ പഠിച്ചിട്ടുള്ള എനിക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അറ്റൻഡ് ചെയ്യാതെ വിടില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ വാശി. നേരത്തെ പറഞ്ഞതുപോലെ 100 ചോദ്യത്തിനും ഉത്തരം എഴുതണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു വാശി നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റുകയാണെങ്കിൽ ഇപ്പം വരുന്ന PSCയുടെ ഒരുവിധം ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാൻ പറ്റും. കാരണം കട്ട് ഓഫ് വളരെ കുറഞ്ഞ കട്ട് ഓഫ് ആണ് മിക്ക എക്സാമിനും വരുന്നത്. 60, 50 ആ റേഞ്ചിലൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പൊ 90 മാർക്കിന് പഠിച്ചു പോയവനും 70 മാർക്ക് ഇന്നലത്തെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? അവന് പഠിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അവന് സമയം കിട്ടില്ല. സ്വാഭാവികമായിട്ടും അവന് സമയം കിട്ടില്ല. അപ്പോൾ 70 മാർക്കിന് പഠിച്ചു പോയവൻ ആ 70 മാർക്ക് കൃത്യമായിട്ട് എവിടെയാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് അത് നോക്കി കണ്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 90 മാർക്കിന് പഠിച്ചവന്റെ മുമ്പിൽ ഇവന് കടക്കാൻ പറ്റും. അപ്പൊ അവിടെ വേണ്ടത് നിങ്ങളുടെ ആ ഒരു പ്ലാനിങ്ങിൽ കുറവ് പറ്റരുത്. നിങ്ങൾ മനസ്സിലാക്കണം, 1.25 മണിക്കൂറേ സമയമുള്ളൂ. ഈ 1.25 മണിക്കൂർ കൊണ്ട് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇന്നലത്തെ ഡിവിഷണൽ അക്കൗണ്ടിന്റെ എന്നല്ല ഒരുവിധം ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഒരു 1.25 മണിക്കൂർ കൊണ്ട് 100 ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് നമുക്കറിയാവുന്ന എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ഇന്നലെ എക്സാം എഴുതിയ കുട്ടികൾക്കും ഒരുപാട് പേർക്ക്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് പേർക്ക് ഒരു 10 ചോദ്യമെങ്കിലും അറിയുന്നത് അറ്റൻഡ് ചെയ്യാൻ കാണുക പോലും ചെയ്തത് എക്സാം ഹാൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആയിരിക്കും. ഇത്രയും സിമ്പിളായുള്ള ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. ഒരു പക്ഷേ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമായിരിക്കും അത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം ഇനി ഈ ഒരു തെറ്റ് ഒരിക്കലും നിങ്ങൾ ആവർത്തിക്കരുത്. വീണ്ടും വീണ്ടും പറയുന്നു, അടുത്ത ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ ഞാൻ 100 മാർക്കിന് എഴുതുമെന്നല്ല വിചാരിക്കേണ്ടത്. പകരം എനിക്കറിയാവുന്ന എല്ലാ ചോദ്യങ്ങളും ഞാൻ ആൻസർ ചെയ്യും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി നിങ്ങൾ എക്സാമിന് പോകണം. എങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പുതിയ PSCയുടെ രീതി അനുസരിച്ച് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ കട്ട് ഓഫ് ബ്രേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ടാൻഡം PSC എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.